കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് കുവൈറ്റിൽ നിന്നും സൂസൻ പൗലോസും ജെറിൻ ജേക്കബുമാണ്. സിസ്റ്ററിന് കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ട്, തൈറോയിഡ് ഉണ്ട്, മറ്റു ശാരീരിക പ്രയാസങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ കർത്താവ് പരിപൂർണമായിട്ടും സൗഖ്യമാക്കണം. അതുപോലെ തന്നെ മകന് നല്ലൊരു ജോലി ലഭിക്കണം, കാനഡയിൽ സ്ഥിര താമസമാകുവാനിടയാകണം. അതുപോലെ തന്നെ ഈ സിസ്റ്ററിൻ്റെ സഹോദരൻ്റെ മകൻ്റെ മദ്യപാനശീലം മാറണം. ഒരു നിമിഷം അതിനായി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സിസ്റ്ററേയും കുടുംബത്തെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, കിഡ്നിയുടെ പ്രയാസം നീങ്ങിപ്പോട്ടെ അപ്പാ. ശരീരത്തിലായിരിക്കുന്ന മറ്റു പ്രയാസങ്ങളെല്ലാം തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ അപ്പാ. തൈറോയ്ഡ് ലെവൽ നോർമൽ ആവട്ടെ അപ്പാ. പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വരട്ടെ, പൂർണ്ണ സൗഖ്യത്തിലേക്ക് വരട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവേ, മകനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മകൻ അനുഗ്രഹിക്കപ്പെട്ടൊരു ജോലി ലഭിക്കട്ടെ, കാനഡയിൽ സ്ഥിര താമസമാകുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉണ്ടാവട്ടെ അപ്പാ. കുടുംബത്തെ അനുഗ്രഹിക്കുന്നു കർത്താവെ. അതുപോലെ തന്നെ സിസ്റ്ററിൻ്റെ സഹോദരൻ്റെ മകനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദുശീലത്തിൽ നിന്നും പുറത്തു വരട്ടെ, ദൈവിക നന്മകൾ കൊണ്ട് നിറച്ചാട്ടെ അപ്പാ. മകൻ്റെ ജീവിതത്തെ അവിടുന്ന് തൊടണമേ അപ്പാ. താങ്ക് യു ജീസസ്. അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ഈ കുടുംബത്തോളം നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. കർത്താവിലായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ശക്തിയുമാണ് നമ്മളെ ഓരോരുത്തരെയും നിയന്ത്രിക്കേണ്ടത്. എന്നാൽ പലപ്പോഴും നമ്മളെ നിയന്ത്രിക്കുന്നത് പിശാച് പറഞ്ഞ ചില വാക്കുകളാണ്. അല്ല എങ്കിൽ പിശാചിൻ്റെ തന്ത്രത്താൽ നമ്മളുടെ ഉള്ളിൽ കടന്ന ചില ഇൻസിഡൻറ്റുകളാണ്. എന്നാൽ ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അതൊക്കെ വാഷ് ഔട്ടായി പോകട്ടെ. കർത്താവിലുള്ള ബലത്തിലും സന്തോഷത്തിലും ഓരോ ദിവസവുമായിരിക്കാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ശ്രദ്ധയോടെ കേട്ടാട്ടെ. സദൃശവാക്യങ്ങൾ 25-ാം അധ്യായം 23-ാമത്തെ വാക്യം. വടതിക്കാറ്റ് മഴ കൊണ്ടുവരുന്നു, ഏഷണി വാക്ക് കോപത്തെ ജനിപ്പിക്കുന്നു. ഞാൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ദ നോർത്ത് വിൻഡ് ബ്രിങ്സ് ഫോർ ദ റെയിൻ, സോ ഡസ് ദ ബാക്ക് ബൈറ്റിംഗ് ടങ്. പുറകെ നിന്ന് കുത്തുന്ന തങ്ങെന്നാണ് എഴുതിയിരിക്കുന്നത്. നാക്കെന്ന അവിടെ മലയാളം ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. പുറകെ ഏഷണി പറയുന്നത്, പുറകെ കുത്തുന്നത്. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാമോ? ശബ്ദകീർത്തനം ഹല്ലേലൂയ പറയാമോ? അതെന്തു കൊണ്ടുവരുന്നു എന്നാ പറഞ്ഞ് അവിടെ എഴുതിയിരിക്കുന്ന വാചകം ശ്രദ്ധിച്ച്. കോപത്തെ കൊണ്ടുവരുന്നു. അപ്പം നിങ്ങൾ ആക്ഷേപം കേൾക്കുമ്പോൾ കൂടെ എത്തിയോ? ഒരു ഹല്ലേലൂയ പറയാമോ? ആദ്യം നിങ്ങളിൽ ഉണ്ടാകുന്ന വികാരം സന്തോഷമല്ല, സങ്കടമല്ല, ആ വ്യക്തിയോട്, പറഞ്ഞ ആളിനോടുള്ള വൈരാഗ്യമാണ് ഏറ്റവും ആദ്യം പൊങ്ങി വരിക. നിങ്ങളൊന്നും വേണ്ടാത്തേ. നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ആക്ഷേപം പറഞ്ഞ എന്ന് പറയുകയാണ് ചെയ്യുന്നത്, ആ പറഞ്ഞ ആളിനോട് നമുക്ക് കൊല്ലണം തോന്നുന്നു അയാളല്ലേ? നമുക്ക് ആർക്കും അങ്ങനെ തോന്നിയിട്ടില്ല. എൻ്റെ ദൈവമേ, തിരുവനന്തപുരംകാർ വ്യത്യസ്തരാണെന്ന് തോന്നുന്നല്ലോ ഭർത്താവ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അപമാനം കേൾക്കുമ്പോൾ ദേഷ്യം വന്നിട്ടുള്ള ആളുകളെന്ന് കരമുയർത്തി കാണിച്ച്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂട്ടത്തില്ല. നിങ്ങളറിയാവോ, ദേഷ്യം വരുത്തുക എന്നത് അവൻ്റെ സൂത്രങ്ങളിലൊന്ന്. എന്തുകൊണ്ടാണ് ദേഷ്യം നിങ്ങളിൽ വരുത്തേണ്ടത്? അപമാനത്തിലൂടെ ദേഷ്യം വരുത്തേണ്ട കാരണം എന്താ? അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണേ. അത് എഫെസ്യ ലേഖനം 4-ാം അധ്യായം 26-27. അവിടെ എഴുതിയിരിക്കുക, സൂര്യൻ അസ്തമിക്കുന്നേക്കാൾ മുമ്പ് നിങ്ങൾ പ്രതിയോഗിയോട് നിരന്നുകൊള്ളണം, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? പിശാചിന് ഇടം കിട്ടും. ആംപ്ലിഫൈഡ് വേർഷൻ വായിക്കണം. 1-ാമത്തെ വാക്ക് എഴുതിയിരിക്കുക, പിശാച് നിങ്ങളുടെ വീട്ടിൽ റൂം വെച്ച് താമസിക്കും. 2-ാമത്തെ വാചകം പറയുക, നിങ്ങളിൽ അവൻ കാല് വെക്കും. 3-ാമത്തെ വാചകം പറയുക, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? നിങ്ങൾ അവന് അവസരം കൊടുക്കുകയാണ്. 3 കാര്യങ്ങളാണ്. ഒന്ന്, ദേഷ്യം നിങ്ങളുടെ ലൈഫിലേക്ക് രാത്രി കിടന്നുറങ്ങണേക്കാൾ മുമ്പ് വരെ കൺട്രോൾ ചെയ്യുന്നു എങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് 3 കാര്യങ്ങൾ വരും. 1, പിശാചിന് നിങ്ങൾ വീട്ടിലൊരു റൂം കൊടുക്കും. 2, അവനെ കാല് വയ്ക്കാൻ നിങ്ങളുടെ വീട്ടിലൊരു ഇടം കൊടുക്കും. 3, നിങ്ങളുടെ വീട്ടിനകത്ത് അവൻ അവസരം കൊടുക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവൻ നിങ്ങളുടെ അകത്തേക്ക് അവസരമായി കയറിയാൽ അടുത്തത് എന്ത് ചെയ്യും? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാം. ഒരു ഉദാഹരണം പറയട്ടെ. എൻ്റെ ചർച്ചിലെ ജോസഫ് എന്ന് പറഞ്ഞൊരു പയ്യൻ ഒരിക്കൽ വന്നു. അവന് 30 വയസ്സുള്ളപ്പോഴാണ് വന്നേ.
ഞാനോട് സംസാരിക്കുമ്പോൾ അവൻ പരോളിൽ ഇറങ്ങിയ സമയത്താണ് എന്നെ കാണുന്നത്. ഞാൻ ചോദിച്ചു, എന്തിനാ നീ പരോളിൽ ജയിലിൽ പോയത്? അവൻ പറഞ്ഞു, എൻ്റെ അമ്മയുടെ അടുക്കൽ നിന്ന് സംസാരിച്ചയാളെ ഞാൻ കുത്തി. ഞാൻ ചോദിച്ചു, എത്ര വയസ്സുള്ളപ്പോഴോ? 26 24 വയസ്സുള്ള സമയത്ത്. എന്താ കാരണം? അവൻ്റെ അപ്പൻ മരിച്ചു പോയതാണ്. എന്നാൽ ഒരു ദിവസം താൻ റബ്ബർ വെട്ടിയിട്ട് തിരിച്ചു വരുമ്പോൾ അമ്മയായിട്ട് അയൽവക്കത്തുള്ള ഒരാൾ വർത്തമാനം പറയുന്നത് കണ്ടു. തെറ്റൊന്നും കണ്ടില്ല, മോശമൊന്നും കണ്ടില്ല, മോശമായ വർത്തമാനം കേട്ടില്ല. പക്ഷേ ആരോ ഒരാൾ പറഞ്ഞ അപമാനത്തിൻ്റെ വാക്ക് അകത്ത് കിടക്കുന്നുണ്ട്. ദേഷ്യം കയറി അവൻ തൻ്റെ കയ്യിലിരുന്ന റബ്ബർ ടാപ്പ് ചെയ്യുന്ന കത്തി എടുത്ത് കുത്തി ആളെ കൊന്നു. ഒരു ഹല്ലേലൂയ പറയാം. അപമാന വാക്കുകൾ നമ്മളിൽ വൈരാഗ്യമുണ്ടാക്കും. കൊല്ലണമെന്ന ചിന്ത നമ്മുടെ അകത്ത് വരും. അയാൾക്കെതിരെ എന്തെങ്കിലും ഒരു പണി കൊടുക്കണമെന്ന് നമ്മുടെ അകത്തേക്ക് വരും. ആ വരുന്ന വരക്ക ആ ചിന്തയോട് കൂടെ നമ്മുടെ അകത്തുള്ള ദൈവിക സന്തോഷം പോവും. ആർ യു ലിസണിങ്? ഇത് പറയാൻ എത്ര നേരം വന്നേ കേട്ടോ. ഞാൻ നമ്മുടെ അകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒരു ഗുളിക കയറി വരുന്നത് പോലെ, ഒരു ചെറിയ ഗ്യാസ് വരുന്ന പോലെ അകത്തോട്ട് വന്നിട്ട് ഇതങ്ങോട്ട് ഓർമ്മ വരുമ്പോൾ പ്രാർത്ഥന അങ്ങ് നിൽക്കും. വീണ്ടും ഹല്ലേലൂയ സ്തോത്രമൊക്കെ പറയുമെങ്കിലും ഈ ഇടയ്ക്ക് സാധനം ഇങ്ങോട്ട് കയറി വന്നിട്ട് നമ്മളെ അങ്ങ് വിഴുങ്ങും. അങ്ങനെ വിഴുങ്ങാറുള്ള ആളുകളെന്ന് കരങ്ങൾ ഉയർത്തി കാണിച്ച് കണ്ട് കൂട്ടമായിട്ട് കൈപൊക്കി. അപ്പം ഞാനും നിങ്ങളെല്ലാം ഒരു ട്രാക്കിലാണ് ഓടുന്നേ. ഹല്ലേലൂയ പറഞ്ഞാണ്ട് സൗരങ്ങളെ, നിങ്ങൾ ദൈവകൃപയിൽ വന്നപ്പോൾ നിങ്ങളെ ഭരിച്ചിരുന്ന അസാധാരണമായൊരു തുള്ളുന്ന സന്തോഷം ഉണ്ടായിരുന്നു. ആ സന്തോഷത്തെ കെടുത്താൻ നിങ്ങളുടെ അയൽവക്കത്ത് അല്ല, ചർച്ചിനകത്ത് അല്ല, ചർച്ചിന് പുറത്ത് ആരെയോ പുള്ളി ഏജന്റ് ആക്കിയിട്ട് നിന്നെ അപമാനം പറഞ്ഞത് നിന്നെ കെടുത്താനായിരുന്നു എന്ന് നിനക്ക് മനസ്സിലായില്ല. ചൂടുണ്ടെങ്കിൽ കൈ അടിച്ചു ആമേൻ പറഞ്ഞാട്ട് അടുത്തിരിക്കുന്ന ആളുടെ കൈ എടുത്തിട്ട് പറയാം, ഒന്നെങ്കിൽ ചർച്ചിനകത്ത്, അല്ലെങ്കിൽ ചർച്ചിന് പുറത്ത്, അല്ലെങ്കിൽ അയൽവക്കത്ത്. ശരിയാണോ ഞാൻ പറയുന്നത്? ആ സാധനം ഇപ്പം നമ്മുടെ ഉള്ളിൽ കൺട്രോൾ ചെയ്യേണ്ടത് എന്താ? നമ്മളെ നിയന്ത്രിക്കേണ്ടത് എന്താ? സത്യത്തിൽ നമ്മളെ നിയന്ത്രിക്കേണ്ടത് വചനവും വചനത്തിൻ്റെ ശക്തിയും ദൈവം എന്നെക്കുറിച്ച് സംസാരിച്ചതുമാണ് നിയന്ത്രിക്കേണ്ടത്. പക്ഷെ എന്നെ നിയന്ത്രിക്കുന്നത് ഇപ്പം എന്തുവാ? ആരാണോ നാട്ടിൽ എന്നെക്കുറിച്ച് മോശം പറഞ്ഞത്, എന്നെക്കുറിച്ച് ആക്ഷേപം പറഞ്ഞത്, അതാണ് എൻ്റെ ഉള്ളിൽ നിയന്ത്രിക്കുന്നത്. എന്നാൽ ആരുടെയെങ്കിലും അകത്ത് ആ അപമാനം പറയുന്നത് കേട്ടിട്ടുള്ള ആരുടെയെങ്കിലും അകത്ത് ദൈവമാണ് എല്ലാ കാര്യത്തിനും നിയന്ത്രണമെന്ന് ശരിയായി മനസ്സിലാക്കാൻ തുടങ്ങിയാൽ അപമാനം നിന്നെ സ്വാധീനിക്കത്തില്ല. അതിനു പകരം നീ ആനന്ദിക്കാനായി തുടങ്ങും. ആക്ഷേപം സ്വാധീനിച്ച ആളുകൾ ശ്രദ്ധിക്കൂ, അപമാനം സ്വാധീനിച്ച ആളുകൾ ശ്രദ്ധിക്കൂ. നിങ്ങളുടെ അകത്ത് എന്തില്ലെന്നറിയാവോ? ദൈവമാണ് എൻ്റെ ജീവിതത്തെ ഫുൾ നിയന്ത്രിക്കുന്നതെന്ന് എവിടെയോ ധാരണയില്ല. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്നാൽ നിങ്ങളുടെ അകത്തുണ്ടാകേണ്ടത്, എനിക്ക് നേരെ വീഡിയോ ഇറങ്ങിയാലും, എനിക്ക് നേരെ ആക്ഷേപം എഴുന്നേറ്റാലും, എനിക്ക് നേരെ പോസ്റ്റ് ഒട്ടിച്ചാലും ദൈവമാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവൻ. ദൈവമാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവൻ ദൈവമാണ്. നിങ്ങളുടെ ആകത്താഴത്തിൽ അത് മനസ്സിലായാൽ പിന്നെ തുള്ളിച്ചാടാൻ ആരോടും പറയണ്ട. അയാൾ തുള്ളിച്ചാടി ആനന്ദിക്കാൻ തുടങ്ങും. അയാൾ പറയും, നിയന്ത്രിക്കുന്നത്. അടുത്തിരിക്കുന്നവരോട്, ഹാമാനെ തൂക്കുകയർ ഉണ്ടാക്കാം, പക്ഷെ തൂങ്ങാൻ പോകുന്നത് ഹാമാൻ തന്നെയാണ്. ആമേൻ. ഹല്ലേലൂയ പറ, അങ്ങനെ തന്നെ പറ. ഹാമാൻ എന്തുണ്ടാക്കാം? തൂക്കുകയർ ഉണ്ടാക്കാം, പക്ഷേ തൂങ്ങാൻ പോകുന്നത് ഹാമാൻ തന്നെയാണ്. കാരണം എന്താ? വാതിൽ കാവൽക്കാരനാണെങ്കിലും കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ദൈവമാണ്. മൊർദെഖായിയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ദൈവമാണ്. രാജ്യത്തിന്റെ കാര്യം നിയന്ത്രിക്കുന്ന ദൈവമാണ്. നിന്റെ സ്ഥിതിയെ നിയന്ത്രിക്കുന്നത് ദൈവമാണ്. മൊർദെഖായി പറഞ്ഞ വാചകം ഒന്ന് കേൾക്കണം നിങ്ങൾ. എസ്തേറിനോട് പറയോ, നീ രാജസ്ഥാനത്തായതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കരുത്. നീ അവിടെ നിന്ന് എഴുന്നേറ്റില്ലെങ്കിൽ എൻ്റെ അപ്പൻ വേറൊരാളെ എഴുന്നേൽപ്പിക്കും. നീ അവിടെ നിന്ന് എഴുന്നേറ്റില്ലെങ്കിൽ വേറൊരാളെ പൊക്കിക്കൊണ്ടുവരും. കാരണം നിയന്ത്രിക്കുന്നത്. എസ്തേറിനോട് മൊർദെഖായിക്ക് പറയാനുണ്ട്, മോളെ, നീ രാജസ്ഥാനത്ത് ഇരിക്കുന്നതുകൊണ്ട് നീ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കരുത്. എൻ്റെ അപ്പനാ നിയന്ത്രിക്കുന്നത്. ഞാനൊരു പക്ഷേ കാവൽക്കാരനാകാം, പക്ഷേ എൻ്റെ ജനത്തെ നിയന്ത്രിക്കുന്നത് ദൈവമാണ്. അധിക്ഷേപം കേൾക്കുന്നവരെ, അപമാനം കേൾക്കുന്നവരെ, നിങ്ങളുടെ വേദനയുടെ നടുവിൽ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കേ. അവനാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ച മെസ്സേജാണ് ഞാൻ പറയുന്നത് കേട്ടോ.
ഐ എം റിയലി ഹാപ്പി. കാരണം എനിക്കിതുവരെ അറിയത്തില്ലായിരുന്നു എൻ്റെ ആട്ടെന്ന് പറയുക ഈ പകൽ പറക്കുന്ന അസ്ത്രം എന്താണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എത്ര വർഷമായി, 20 വർഷത്തിൽ കൂടുതലായി ഞാൻ ഈ വാക്യം വായിക്കാൻ തുടങ്ങിയിട്ട്. പകൽ പറക്കുന്ന അസ്ത്രം എന്ന് വായിച്ചിട്ട് പോയിട്ടല്ലാതെ ഇതെന്താന്ന് തലയിൽ കയറിയിട്ടില്ല. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി അത് ആക്ഷേപമുണ്ടാക്കുന്ന വാക്കുകളാണ്. പക്ഷെ ദാവീദ് പറയുക, ആക്ഷേപം ഉണ്ടാക്കുന്ന വാക്കുകൾ ആളുകൾ പറയട്ടെ, പകൽ മുഴുവൻ അത് പറക്കട്ടെ, പക്ഷെ ഞാൻ അവന്റെ ചിറകിന്റെ കീഴിലാണ്. I am under his wings. ആക്ഷേപം ഉണ്ടാക്കുക വാക്കുകൾ പറയട്ടെ, പക്ഷെ ഞാൻ അവന്റെ ചിറകിൻ കീഴിലാണ്. അവനാണ് എന്റെ പ്രൊട്ടക്ഷൻ. പിശാചിനെ ശ്രദ്ധിച്ചു കേൾക്കണേ, ഞാൻ കുറച്ചും കൂടെ ഉള്ളിലേക്ക് വരട്ടെ. പിശാചിനിപ്പോൾ നിങ്ങളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. എന്നാ ഉദ്ദേശം എന്നറിയോ? നിങ്ങൾ എങ്ങനെയെങ്കിലും കോപിക്കണം, എങ്ങനെയെങ്കിലും നിങ്ങൾ വയലൻ്റ് ആകണം, എങ്ങനെയെങ്കിലും ദൈവത്തിൻ്റെ വാക്കുകൾ മറന്നിട്ട് അവൻ്റെ ആക്ഷേപത്തിൻ്റെ വാക്കുകളുമായി നടക്കണം. നിങ്ങളുടെ കാര്യത്തിൽ ആരാ ജയിച്ചത്? ദൈവമാണോ പിശാചാണോ? കേട്ടില്ല, സത്യം പറയണം. ഞാൻ ചോദിച്ചതിന് ചോദ്യം, നിങ്ങളുടെ കാര്യത്തിൽ പിശാചാണോ ജയിച്ചത്, ദൈവമാണോ ജയിച്ചത്? നിങ്ങൾ ചുമ്മാ പറയുക ദൈവം. പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും ചില ആളുകൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കരയുന്ന കണ്ടിട്ടുണ്ടോ? ആ കരച്ചിൽ എന്നാന്നറിയോ? അവനിട്ടൊന്നും ചെയ്യാൻ വയ്യ, കാരണം എന്നേക്കാൾ ബലവാനാണ്, അതുകൊണ്ടൊന്നും ചെയ്യാൻ വയ്യ. പക്ഷേ ആ കാര്യം ഓർക്കുമ്പോൾ സങ്കടം വരിക, വൈരാഗ്യവും ദേഷ്യവും എല്ലാം കൂടെ വന്നിട്ട് സങ്കടം വരിക. എനിക്ക് ഇന്നത്തെ പോലെ സംഭവം ഓർമ്മയുണ്ട്. ഞാനൊരു പ്ലെയിനിൽ യാത്ര ചെയ്യുക, അപ്പോഴല്ല ഒരു 5-6 വർഷം മുമ്പ്, 8-10 വർഷം മുമ്പ് ബഹ്റിൽ നിന്ന് ഞാൻ ദുബായിലേക്ക് യാത്ര ചെയ്യുക. ഷോർട്ട് ട്രിപ്പ്, 1 മണിക്കൂറിന് ചില്ലറയുള്ള യാത്ര. യാത്രയുടെ പുറകിൽ എൻ്റെ പുറകിൽ ഒരു മനുഷ്യൻ വന്നിരുന്നു, എൻ്റെ സീറ്റിൻ്റെ തൊട്ട് പുറകിൽ. അയാളൊരു അറബിയാണ്, ഒരു നല്ല തടിയുള്ള മനുഷ്യൻ. എനിക്കും അയാൾ തൊട്ട് പുറകിൽ ഞാനുള്ളത് കൊണ്ട് ഇരിക്കാൻ നേരത്തെ ആ സീറ്റ് കുറച്ച് പുറകോട്ട് ചായച്ചു വെച്ചു. അത് നോർമലാണ്, നിയമപരമായിട്ട് എനിക്ക് ചായക്കാൻ പറ്റുന്ന സീറ്റാണ്, എനിക്ക് ചായക്കാം. പക്ഷേ ആ മനുഷ്യൻ എൻ്റെ മുമ്പിൽ വന്നിട്ട് ആ സീറ്റിൻ്റെ ചായച്ച സീറ്റിന് 2 ഇടി അടിച്ചിട്ട് പറയും, മര്യാദയ്ക്ക് കയറ്റി വെക്കടാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാവുന്നു? എനിക്കാണെങ്കിൽ നടുവേന എടുത്തിട്ട് ഇരിക്കാൻ വയ്യ, നിന്നിട്ട് പ്രസംഗിച്ചിട്ട് കയറിയിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, സാർ ഇത് എൻ്റെ സീറ്റാണ്, എനിക്ക് ചായക്കാം. അയാൾ എന്നെ തല്ലും. നിങ്ങൾക്ക് മനസ്സിലാവുന്നു? അറബി ആയതുകൊണ്ട് അയാൾക്ക് അയാളുടെ രാജ്യത്തിൻ്റെതായ എല്ലാ ഗമയുണ്ട്. കൂടെ ഉണ്ടോ? ഹല്ലേലൂയ പറയാം. എയർ ഹോസ്റ്റസിനെ ഞാൻ വിളിച്ചു. എയർ ഹോസ്റ്റസിനെ 2 കൊടുക്കുക അയാൾ. അവർ നിശബ്ദമായി. എന്നോട് ആ സ്ത്രീ പറഞ്ഞു, സാർ ഒന്നെങ്കിൽ സാർ നേരെ ഇരിക്കണം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിരിക്കണം. നിങ്ങൾക്കെല്ലാം പിടികിട്ടുന്നുണ്ടോ? എനിക്ക് എൻ്റെ അവകാശം കിട്ടാത്തതിൻ്റെ ദേഷ്യം നിങ്ങൾക്ക് പിടികിട്ടുന്നോ? ചാരിയിരിക്കാൻ ഞാനും കാശ് കൊടുത്തിട്ടാണ് ഇരിക്കുന്നത്, പക്ഷെ ചാരിയിരിക്കാൻ ഇയാൾ സമ്മതിക്കത്തില്ല. നിങ്ങൾ ചിരിക്കുക. ആ സമയത്ത് എനിക്കുണ്ടായ വൈരാഗ്യം പറയാൻ പറ്റത്തില്ല. അയാളെ കൈ കിട്ടിയ 2 കൊടുക്കും ഞാൻ. നിങ്ങൾക്ക് അങ്ങനെയൊന്നും വികാരം വരത്തില്ല, എനിക്ക് അങ്ങനെയൊക്കെ വരും ചിലപ്പോൾ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞ് ഞാൻ വീട്ടിൽ അത് സഹിക്കാൻ അടി കിട്ടും. അവിടെ ചെന്ന അവനെ പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അറബി 4 തരണം, 4 മേടിക്കാനേ ഒക്കത്തുള്ളൂ. ആര് കംപ്ലൈൻറ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല. അവൻ്റെ രാജ്യമാണ്, അനുഭവിക്കാനേ പറ്റത്തുള്ളൂ. അടി കൊടുക്കുവാണെങ്കിൽ നമുക്ക് അവന് കൊടുക്കാൻ കഴിവുണ്ടാവണം, നമുക്കൊട്ട് കഴിവില്ല. താനും എന്നേക്കാൾ ഭീകരനായ ഒരു മനുഷ്യൻ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാം. ഞാനത് എനിക്ക് പുറത്തോട്ട് ഇറങ്ങുമ്പോഴും സഹിക്കാൻ വയ്യ, പെട്ടിയെടുക്കുമ്പോഴും സഹിക്കാൻ വയ്യ. എറോസത്തിന് 2 കൊടുക്കണം തോന്നുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുമ്പോഴാണ് എൻ്റെ ഉള്ളിൽ ഈ സാധനം ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പൊങ്ങി വന്നിട്ടുണ്ടോ? അങ്ങനെ വന്നിട്ടുള്ളവരുന്ന് കൈവക്കി. എല്ലാം ഒരു വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത്. സഹോദരങ്ങളെ, ആ സമയത്ത് നമ്മൾ പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകലുക. ഞാൻ ആ സമയത്ത് എന്നോട് ചോദിച്ചു, ജോണെ, ഒരു 1/2 മണിക്കൂർ ഒരു മനുഷ്യൻ്റെ ആ ജഡിക സ്വഭാവത്തിന് നീ തണുത്തു കൊടുത്തതുകൊണ്ട് നിനക്ക് എന്തുവാടാ ജോണെ കുഴപ്പം? കർത്താവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് എന്നാണെന്നറിയോ? അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ കർത്താവ്? എനിക്കും ചാരിയിരിക്കണ്ടേ? ഒരു ഹല്ലേലൂയ പറയാമോ? നമ്മളിൽ വൈരാഗ്യം ഉണ്ടാക്കുക എന്നത് കള്ളന്റെ പരിപാടിയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ടാണ് പൗലോസ് എബ്രായർക്ക് എഴുതുമ്പോൾ 12-ാം അധ്യായം അതിൻ്റെ 12-ാം അധ്യായം 14 മുതലുള്ള വാക്കുകൾ വായിക്കാം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. അപ്പൊ സമാധാനം ആചരിക്കുക എന്നത് ശുദ്ധീകരണത്തിൻ്റെ ഒരു ഭാഗമാണ്, വിശുദ്ധിയുടെ ഒരു ഭാഗമാണ്. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ഭാര്യയോട് വഴക്കുണ്ടാക്കുന്നവനെ, അയ്യോ അങ്ങനെ വിളിക്കാൻ പാടില്ല, തെറ്റിപ്പോയി, എന്തോ അബദ്ധം പറഞ്ഞ കേട്ടോ.
അന്ന് വേറൊരാളോട് കൈ കൊടുക്കും. ഭർത്താവിനോട് വഴക്കുണ്ടാക്കും. അയ്യോ അതും തെറ്റാ പറഞ്ഞേ, നിങ്ങൾ അങ്ങനെ അല്ലാത്തവരാണല്ലോ അല്ലേ, ഞാൻ അറിയാതെ പറഞ്ഞതാ കേട്ടോ. വേറൊരാളോട് കൈ കൊടുത്തിട്ട് പറ, എല്ലാവരോടും സമാധാനം ആചരിക്കണം. സമാധാനം ആചരിക്കുന്ന എന്തിൻ്റെ സ്വഭാവം? വിശുദ്ധിയുടെ സ്വഭാവമാണ്. അപ്പൊ വിശുദ്ധൻ നിന്നിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? സമാധാനമാണ്. അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കാവോ? ആരും ദൈവകൃപ വിട്ട് പിന്മാറരുത്. വല്ല കയ്പുള്ള വേരിനും നിങ്ങളിൽ ഇടം കൊടുക്കരുത്. അതുണ്ടായാൽ അത് മുളച്ചിട്ട് അനേകർ ദൈവകൃപയിൽ നിന്ന് നഷ്ടമാകും. അപ്പൊ കയ്പിനൊരു സ്വഭാവമുണ്ട്, അത് വളരും, മുളയ്ക്കും. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറയാം, അതെന്ത് ചെയ്യും? മുളയ്ക്കും, വളരും. അതെന്തിനെ ഇല്ലാതാക്കും? നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവസ്നേഹത്തെ ഇല്ലാതാക്കാൻ അത് ശ്രമിക്കുവാൻ തുടങ്ങും. സത്യത്തിൽ സഹോദരങ്ങളെ, നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെട്ടത് എവിടെയാണെന്നറിയോ? അമ്മായിമ്മയുടെ വാക്കില, അമ്മായിപ്പൻ്റെ വാക്കില, അയൽവക്കത്തുള്ള അങ്ങേരുടെ വാക്കിന് അല്ല. ചർച്ചിനകത്ത് വന്ന ആരോ ഒരാൾ എന്തുവാടി എന്ന് ചോദിച്ചതാ. നിങ്ങളുടെ സന്തോഷം കളഞ്ഞാൻ ആ ഒറ്റ ഏജന്റ് മതിയായിരുന്നു. അവനെ ഇപ്പൊ ജയിച്ചു നിൽക്കുന്നേ. എന്തൊരു നിശബ്ദതയാ. എന്നാൽ ദൈവം നമ്മളെ വിളിച്ചത് എന്നാന്നറിയോ? To rejoice in the presence of God. Come on brothers, കൈ അടിക്കേ, ഹല്ലേലൂയ പറ. ചേർന്ന് കൈ അടിക്കേ, ആമേൻ പറ. കയ്പിന്റെ വേര് മുളച്ച് നശിക്കാനല്ല ദൈവം എന്നെ വിളിച്ചത്. To rejoice in the presence of God. Rejoice in the Lord. ദൈവത്തിൽ ആനന്ദിക്കാൻ എന്നെ വിളിച്ച ദൈവം. നിങ്ങളുടെ ആനന്ദം നഷ്ടമായ സ്ഥലം ഞാൻ വിരൽ ചൂണ്ടുകയാ ചെയ്തേ. ഒന്ന് പരിശോധിക്കുക. നിങ്ങളുടെ ആനന്ദം നഷ്ടമായത് അവിടെയാ. വഴക്കിട്ടു. ആ വഴക്കിട്ടതിന്റെ കയ്പിപ്പോഴും കിടക്കുക. അതാണ് നിങ്ങളുടെ അകത്തെ സന്തോഷം കെടുത്തിയത്. ഒരു ഹല്ലേലൂയ പറ. ദൈവം നിങ്ങൾ കർത്താവിൽ വന്ന ദിവസം മുതൽ ഉള്ളിൽ പൊങ്ങി വരുന്നൊരു സന്തോഷം തന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രസംഗിക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം, പക്ഷേ ഒരാൾക്കും ആനന്ദം പകർന്നു കൊടുക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ ആകം മുഴുവനും ദൈവാനന്ദത്താൽ നിറഞ്ഞാൽ മാത്രമേ അത് പകരപ്പെടുകയുള്ളൂ. Come on, വായി തുറന്ന് ഒരു ഹല്ലേലൂയ പറ. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഓർമ്മ വരുന്നു, അയാൾ എന്നെ കുറിച്ച് ആക്ഷേപം പറഞ്ഞത്, ആ സ്ത്രീ എന്നെ കുറിച്ച് പറഞ്ഞത്, ആ പുരുഷൻ എന്നെ കുറിച്ച് പറഞ്ഞത്, അയൽവക്കത്തെ ആൾ എന്നോട് പറഞ്ഞത്. അതിനെ ഇന്ന് പകൽ ഡിലേറ്റ് ചെയ്യണം, അതിനെ അങ്ങ് മായ്ച്ചു കളയണം. എന്നിട്ട് പറയണം, എനിക്ക് വേണ്ടത്, എന്നെ നിയന്ത്രിക്കേണ്ടത് ഈ ലോകത്തിലെ ആധുനികം പറഞ്ഞവരല്ല, പകരം യേശുവാണ് നിയന്ത്രിക്കേണ്ടത്. യേശുവിന്റെ നിയന്ത്രണമാണ് വേണ്ടത്. ദൈവജനം നമ്മളോട് പറയുകയാണ്, എല്ലാവരോടും സമാധാനം ആചരിക്കണം. വല്ല കയ്പുള്ള വേരും നമ്മളിലുണ്ട് എങ്കിൽ അത് നമ്മളിൽ നിന്നും പറിച്ചു കളയുവാനിടയാവണം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എപ്പോഴും സന്തോഷിക്കുന്ന, എപ്പോഴും ദൈവിക സമാധാനത്തോടെ ആയിരിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് കർത്താവ് നമ്മളെ ലിഫ്റ്റ് ചെയ്യട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. ആന്റിയുടെ പേര് സൂസി. പുളിയങ്കോട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ആന്റി വരുന്നത്. ആന്റിയുടെ മകന്റെ ലൈഫിൽ കർത്താവ് ചെയ്ത വലിയൊരു അത്ഭുത സാക്ഷ്യവുമായിട്ടാണ് ഇന്ന് നമ്മുടെ മുന്നിലായിരിക്കുന്നത്. ആന്റിയുടെ മകൻ PG കഴിഞ്ഞിട്ട് 1.5 വർഷം ഒരു ജോലിയും ലഭിക്കാതെ വീട്ടിൽ നിൽക്കുമായിരുന്നു. എക്സ്പീരിയൻസ് ഇല്ലാത്തത് കാരണം ഒരു കമ്പനിയിലും ജോലി കൊടുത്തില്ല. ഒത്തിരി വിഷമത്തോടെ ആയിരുന്ന സമയത്ത് ആന്റി വിശ്വാസത്തോടുകൂടി നമ്മുടെ ചർച്ചിലേക്ക് കടന്നു വന്നു. ബ്രദറിന്റെ അടുത്ത് വന്ന് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആന്റി പറയുന്നത്, ജാനുവരി മാസത്തിൽ ആക്സിസ് ബാങ്കിൽ ഹെഡ് ഓഫീസിൽ മാനേജർ പോസ്റ്റിലേക്ക് മകനെ തിരഞ്ഞെടുത്തെന്നാണ്. എന്തും ചെയ്യാം ദൈവത്തിന്, എൻ്റെ യേശുവിനെ എന്തും ചെയ്യാം എൻ്റെ യേശുവിനെ എന്തും ചെയ്യാം. ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ മകൻ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ആ ജോലി സ്ഥിരമായി കിട്ടി എന്നുള്ള ലെറ്റർ കൈ കിട്ടിയെന്നാണ്. കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേട്ടെ. ഇത് ദൈവം ചെയ്തതാമേ. എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ ആക്സിസ് ബാങ്കിന്റെ മാനേജറായി പോസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ് ഇസ് സൂപ്പർ നാച്ചുറൽ. കർത്താവിനെ കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. താങ്ക് യു അമ്മേ.
ബ്രദറെ, ഈ ആന്റിയുടെ പേര് പ്രസന്ന എന്നാണ്. പ്രസന്ന. കൊഞ്ചിറവിള എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ആന്റി വരുന്നത്. ആന്റിക്ക് 18 വർഷമായിട്ട് സന്ധിവാദം ഉണ്ടായിരുന്നു. 18 വർഷമായിട്ട് എല്ലാ സന്ധികൾക്കും വേദന വരും. എസ്പെഷ്യലി തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആന്റിക്ക് പ്രശ്നമാണ്. ആന്റി പറയുന്ന വിരലുകൾക്കിടയിലുള്ള സന്ധികൾക്ക് പോലും വേദന വരത്തക്കവണ്ണം അസാധാരണമായ വേദനയായിരുന്നു. ഈ കഴിഞ്ഞ ജനുവരി, ഈ വർഷം 1-ാം മാസം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ആന്റി പറയുന്ന അന്നേരം തന്നെ കർത്താവ് തൊട്ടു. 1-ാം മാസത്തിലാണ് വന്ന് പ്രാർത്ഥിച്ചത്, സൗഖ്യമായി. ഇതിപ്പോ 7-ാം മാസമാണ്. ഒരു തവണ പോലും സന്ധിവേദന പിന്നീട് വന്നിട്ടില്ല. തണുത്ത വെള്ളം തനിക്ക് ഇപ്പൊ കുടിക്കാം, ഒരു പ്രോബ്ലം ഇല്ലെന്നാണ് ആന്റി പറയുന്നത്. അമ്മ തന്നെ പറഞ്ഞു. അമ്മയുടെ പേരെന്തുവാ? പ്രസന്ന. പ്രസന്ന. എവിടുന്ന പ്രസന്ന വരുന്നേ? കൊഞ്ചിറവിള. സത്യമാണോ ഈ പറയുന്നേ? എത്ര കൊല്ലമായിട്ട് അത്രൈറ്റിസ് ഉണ്ട്? 18 കൊല്ലമായി. 15 കൊല്ലം. 18 കൊല്ലം. വിരലുകൾ പോലും വേദനയായിരുന്നു. ഈ വിരലുകളുടെ മുട്ടുകൾ പോലും നീരാണ് വേദന. അസാധ്യമായ വേദനയായിരുന്നു. ഇപ്പൊ ഞാൻ ഗുളിക കഴിക്കുന്നില്ല. ഗുളിക കഴിക്കുന്നില്ല. 7 മാസമായി. 7 മാസം. തണുത്ത വെള്ളത്തിലാണ് കുളിക്കുന്നത്. 18 കൊല്ലമായി ആത്രൈറ്റിസ് പോയി. തണുത്ത വെള്ളത്തിൽ കുടിക്കുകയും ചെയ്യും. കൈയടിക്കാത്ത രണ്ടുപേരോടെങ്കിലും കൈ കൊടുത്തിട്ട് പറ, അത്ഭുതങ്ങൾ ഇപ്പോഴും ഉണ്ടെന്ന് പറ. ഒരു സാക്ഷ്യം കൂടെ ആന്റിക്ക് പറയാനുണ്ട്. അതിനെ തുടർന്ന് ആന്റി നമ്മുടെ ഒരു TV പ്രോഗ്രാമും മുടക്കാറില്ല. നമ്മൾ ബ്രദറിന്റെ പ്രോഗ്രാം എല്ലാം ആന്റി കാണുന്നുണ്ട്. നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആന്റി ആണെങ്കിൽ അപ്പുറത്തെ പ്രോഗ്രാം നടക്കുമ്പോൾ ആന്റി അടുക്കളയിൽ നിന്നിട്ട് വട ചുടുകയായിരുന്നു. ആന്റി പറയുന്നു, ആ തിളച്ച എണ്ണ തൻ്റെ ദേഹത്തേക്ക് വീണു. അപ്പോൾ തന്നെ ഭയങ്കര വേദനയുണ്ടായി. അപ്പോൾ ആന്റി ആ വട ചുടുന്നത് അവിടെ നിർത്തിയിട്ട് ആന്റി ബ്രദറിൻ്റെ മെസ്സേജ് അയക്കാൻ അവിടെ വന്നിരുന്നു. ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. ആന്റി പറയുന്നു, അപ്പോൾ തന്നെ തൻ്റെ ദേഹത്തൊരു തണുപ്പ് അനുഭവിക്കാൻ ഇടവന്നു. വേദന മാറിപ്പോയി. ദൈവരാജ്യത്തിലുള്ളവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാണ് ആന്റി ഇപ്പൊ പറയുന്നത്. ദൈവരാജ്യത്തിനകത്ത് എന്തോ ഉണ്ട്? സുരക്ഷിതത്വമുണ്ട്. സന്തോഷം. ബ്രദറെ, ഈ സിസ്റ്ററിന്റെ പേര് സിന്ധു. കൂടെ നിൽക്കുന്നത് ഹസ്ബൻഡാണ്, അജിത്ത് എന്നാണ് പേര്. ഊരുട്ടമ്പലം എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഇവർ വിവാഹം കഴിഞ്ഞ് 4 വർഷമായിട്ടും ഇവർക്ക് കുട്ടികളുണ്ടായില്ല. 2 പ്രാവശ്യം ക്യാരി ചെയ്തെങ്കിലും അബോർഷനായി പോവുകയാണ് ചെയ്തത്. തുടർന്ന് ഇവർ നമ്മുടെ ചർച്ചിൽ കടന്നു വരാനിടയായി. സെൻറ്റ് ജോസഫ് മീറ്റിങ്ങിലും കാട്ടാക്കട മീറ്റിങ്ങിലും ഇവർ പങ്കെടുത്തപ്പോൾ 2 ദിവസവും ബ്രദർ ദൂത് പറഞ്ഞു, മോളെ നിൻ്റെ വയറിൽ മുഴകളുണ്ട്, അതിപ്പോൾ കർത്താവ് സൗഖ്യമാക്കുകയാണ്, നിൻ്റെ കയ്യിൽ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. എന്നാൽ 2 മാസങ്ങൾക്ക് മുമ്പ് സിസ്റ്റർ വിശ്വാസത്തോടെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനോട് സ്കാൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. സ്കാൻ ചെയ്തിട്ട് സിസ്റ്ററിന് തൻ്റെ വയറിൽ കുഞ്ഞുണ്ടെന്നൊരു വിശ്വാസമുണ്ടായി. എന്നാൽ സ്കാൻ ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു കുഞ്ഞില്ല, മുഴകളാണ് കാണുന്നതെന്ന് പറഞ്ഞു. തുടർന്ന് തിരുവനന്തപുരം ചർച്ചിലെ ശുശ്രൂഷകരെയും ലീഡേഴ്സിനെയും വിളിച്ച് സിസ്റ്റർ പ്രാർത്ഥിച്ചു. സിസ്റ്റർ അടുത്ത മാസം വീണ്ടും സ്കാൻ ചെയ്യാൻ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വ്യക്തമായി ഒരു കുഞ്ഞിനെ തെളിഞ്ഞു കാണുന്നു. സാക്ഷ്യപ്പെടുത്തുന്നത് താനിപ്പോ 2 മാസം ക്യാരി ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ കണ്ടത് കൊച്ചിനെയാ. ഇത് കൊള്ളാം കേട്ടോ. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേമേ. സ്കാനിങ് റിപ്പോർട്ടുമായിട്ടാണ് സിസ്റ്റർ ഇപ്പോൾ സാക്ഷ്യം പറയാൻ കടന്നു വന്നിരിക്കുന്നത്. കർത്താവേ, ഈ കുടുംബത്തിന് കൊടുത്ത അത്ഭുതത്തിനായി നന്ദി അപ്പാ. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നീ കൊടുത്തതിന് നന്ദി. ഇതൊരു അത്ഭുത സാക്ഷ്യമാണ്. ഈ ബ്രദറിന്റെ പേര് സുധീന്ദ്രൻ എന്നാണ്. വെണ്ണിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഈ ബ്രദർ വരുന്നത്. ബ്രദറിന് 2 ആഴ്ച മുമ്പ് കോഴി ഇറച്ചി കഴിച്ചതിനെ തുടർന്ന് ഇറച്ചിയുടെ ഒരു എല്ല് തൊണ്ടയിൽ കുടുങ്ങിപ്പോയി. തൊണ്ടയിൽ കുടുങ്ങി. അതേ തുടർന്ന് ബ്രദറിന് ഉമ്മുനീര് ഇറക്കാൻ പോലും പറ്റാത്ത വിധത്തിലെ പ്രയാസമായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചു. അവസാനം മെഡിക്കൽ കോളേജ് ചെന്നു. മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ ഡോക്ടർ അത് എടുക്കാൻ നോക്കുമ്പോഴൊന്നും അത് പറ്റിയിരുന്നില്ല. എടുക്കുമ്പോൾ തന്നെ ബ്രദർ വൊമിറ്റ് ചെയ്യാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് എടുക്കാൻ പറ്റിയില്ല. അന്നേരം ഡോക്ടർ നിർദ്ദേശിച്ചു, ഇത് എൻഡോസ്കോപ്പിയിലൂടെ മാത്രമേ ഇത് എടുക്കാൻ പറ്റത്തുള്ളൂ, കുറേ ചെക്കപ്പ് ഒക്കെ ചെയ്യണം, അതിനുശേഷം എൻഡോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് ഇരിക്കുകയാണ്. അങ്ങനെ എൻഡോസ്കോപ്പിക്ക് വേണ്ടി തിങ്കളാഴ്ച ഫിക്സ് ചെയ്തു. അന്ന് അതിനെ തുടർന്ന് ബ്രദർ വിശ്വാസത്തോടെ ഞായറാഴ്ച ഇവിടെ കടന്നു വന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥിച്ചിരിക്കുന്ന ഓർമ്മയാണ്. അങ്ങനെ ബ്രദർ കൈ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ബ്രദർ പറയുന്നു, ആ തൊണ്ടയിലുള്ള അസ്വസ്ഥത മാറിപ്പോയി, കർത്താവ് തൊട്ടു. എങ്കിലും ഈ എൻഡോസ്കോപ്പി ഫിക്സ് ചെയ്തതായതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അവർ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കിയപ്പോൾ അവിടെ അങ്ങനെ ഒരു എല്ലില്ല. അതിന്റെ റിപ്പോർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. തൊണ്ടയിൽ എല്ലുണ്ടായിരുന്നു, പക്ഷെ എല്ല് പിന്നെ നോക്കുമ്പോ കാണാനില്ല.
കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ സന്തോഷത്തോടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുപിതാ, അവിടുത്തെ പ്രവൃത്തി കൊണ്ട് നിറച്ചാട്ടെ, അവിടുത്തെ നന്മകൾ കൊണ്ട് നിറച്ചാട്ടെ അപ്പാ. കർത്താവേ, ജീവിതത്തിലുടനീളം ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനും അവിടുത്തെ അനുഭവത്തിൽ ജീവിക്കുവാനും ഇടയാവട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. കർത്താവേ, രോഗികളായിരിക്കുന്നവരെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ശരീരം മുഴുവനും വേദന അനുഭവിക്കുന്ന ഒരു പ്രയാസത്തോടായിരിക്കുന്ന ശരീരത്തിൽ എല്ലുകൾക്ക് വേദന, ശരീരത്തിൽ ചെറുതായിട്ട് നീരുണ്ട്. കർത്താവെ, ആ വ്യക്തി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ. താങ്ക് യു ജീസസ്. എപ്പോഴും സൈനസ് ഉണ്ട്, അത് നിമിത്തം തലവേദനയാണ്, എന്നും തലവേദനയാണെന്ന് ഭാരത്തോടെ ആയിരിക്കുന്ന ആ വ്യക്തി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ആ ഇൻഫ്ലമേഷൻ മാറിപ്പോട്ടെ, ശരീരത്തിൽ അനുഭവിക്കുന്ന ആ വേദന മാറിപ്പോട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. കർത്താവെ, ഒരു കുഞ്ഞുണ്ട്, ഒരു കുഞ്ഞിനും കൂടെ വേണ്ടി ആഗ്രഹിക്കുന്നു. കർത്താവെ, ആ കുടുംബത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അവർക്ക് സന്താന സമ്പുഷ്ടിയുള്ളവരായി കർത്താവെ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. യേശുവെ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സാമ്പത്തികമായി തകർച്ചയിലായിരിക്കുന്നവർ, യേശുപിതാ, ജീവിതത്തിൽ നിരാശയിലായിരിക്കുന്നവർ, കർത്താവെ, അവരൊക്കെ ദൈവസ്നേഹത്താൽ നിറയപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ അവിടുത്തെ പ്രവൃത്തി ഉണ്ടാകണം. സ്വർഗീയ പിതാവേ, അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ ഇനി കാണും വരെ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അവൻ്റെ കൃപയിൽ സൂക്ഷിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ഞങ്ങളുടെ വിലാസം: ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, അഞ്ചൽ, കൊല്ലം, കേരള.